السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله الله بالهدى ودين الحق، داعيًا إلى الله بإذنه وسراجًا منيرًا، فبلغ الرسالة وأدى الأمانة ونصح الأمة وكشف الأمة. اللهم صل وسلم وبارك عليه. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله تعالى العظيم. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ്റെ അനുഗ്രഹീതരായ മുഖറബീങ്ങളായ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർക്കുമാറാവട്ടെ. വളരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വൈകാരികമായ ഒരു വിഷയമാണ് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ അവർക്ക് വിലപ്പെട്ടത് അന്നബിയ്യു നബിയാകുന്നു. എൻ്റെ ശരീരത്തെക്കാൾ എൻ്റെ ജീവിതത്തെക്കാൾ എനിക്ക് വിലപ്പെട്ട എൻ്റെ നബിയെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ആലോചിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ തള്ളി നീക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം, ഏറ്റവും ആദ്യം ഞാൻ കേട്ടിരിക്കുന്ന ശബ്ദം എന്തായിരിക്കും? ഈ ലോകത്ത് ഞാൻ ജനിച്ചു വീണപ്പോൾ ഒന്നുകിൽ എൻ്റെ പിതാവ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാൻ എന്ന പിഞ്ചു പൈതലിനെ ഉയർത്തിപ്പിടിച്ച് എന്റെ കാതോട് അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു തന്നു, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ആ കാലഘട്ടം വരെ പഴക്കമുള്ള ശബ്ദമാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളത്. ആ മഹാപ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ജനിച്ചപ്പോൾ മാത്രമല്ല, എന്റെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന, ഇനി മരണസമയത്ത് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുമ്പോ എന്റെ ഈ ലോകത്തെ അവസാനത്തെ വാക്ക് പടച്ചതമ്പുരാനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നാക്കി നീ മാറ്റണമേ എന്നാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് മരണത്തിലും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന, പറയാൻ ആഗ്രഹിക്കുന്ന നാമമാണ്. എന്റെ ഖബറടക്കി എന്റെ ബന്ധുമിത്രാദികൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിലെ ഒരു ചോദ്യം മൻ നബിയുക എന്നാണ്. നിന്റെ നബിയാര്? അന്ന് എനിക്ക് പറയാൻ സാധിക്കണം ബിലിസാനിൻ തൽഖിൻ, വളരെ ഫ്ലുവന്റായി എനിക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാമയോട് ഉത്തരം പറയാൻ സാധിക്കണം, മുഹമ്മദുൻ നബി, എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നുള്ളത്. അത്രയും ജീവിതവുമായി, മരണമായി, മരണാനന്തരവുമായി ഒക്കെ ബന്ധപ്പെട്ട എന്റെ ഓരോ നിമിഷങ്ങളുമായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ, ഇരിക്കുമ്പോ, ഞാൻ എന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോ, എന്റെ പുഞ്ചിരികളിൽ, എന്റെ വർത്തമാനങ്ങളിൽ, എന്റെ ഭക്ഷണക്കളിയിൽ എന്ന് വേണ്ട എന്റെ കിടപ്പറകളിൽ, എന്റെ മലമൂത്ര വിസർജന പ്രവേശന സന്ദർഭങ്ങളിൽ, പുറത്തു വരുന്ന സന്ദർഭങ്ങളിൽ
ഒക്കെ എന്റെ ചുണ്ടുകൊണ്ടും എന്റെ ശരീരം കൊണ്ടുമൊക്കെ ഞാൻ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പുണ്യപ്രവാചകൻ എന്നെ പഠിപ്പിച്ച ചര്യകളാണ്. അങ്ങനെയാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉറ്റമിത്രവും അല്ലെങ്കിൽ എന്നേക്കാൾ എന്റെ പ്രവാചകനെ ഞാൻ സ്നേഹിക്കുന്നവരുമായി മാറുന്നത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങനെയുള്ള ഞാനുമായി ബന്ധപ്പെട്ട ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾക്ക് പടച്ചതമ്പുരാനോട് ഇഷ്ടമുണ്ടോ? അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ എന്നെ പിൻപറ്റുക. എന്നെ പിൻപറ്റാൻ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും. പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രേമവും ഇഷ്ടവും പൊരുത്തവും നിങ്ങൾക്ക് നേടാൻ ഏതൊരു മഹാനുഭാവനെ നിങ്ങൾ പിൻപറ്റണമോ ആ മഹാപ്രതിഭാസത്തിന്റെ പേരാണ് എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലിദൽ ഹുദാ വൽ കായിനാതു ദിയാഉ വഹമു സമാനി തബസ്സുമുൻ വദിയാഉ الروح والملأ الملائك حوله للدين والدنيا به بشراء وإذا رحمت فأنت أم أب هذان في الدنيا هم الرحماء ولد الهدى إذا هداية ലോകത്ത് പിറന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ലോകത്തുള്ള സകലമായ വസ്തുക്കളും പ്രകാശപൂരിതമായില്ലേ? നിങ്ങൾ കാലത്തിന്റെ ചുണ്ടുകളിലേക്ക് ഒന്ന് നോക്ക്. ആ കാലത്തിന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി കാണാം നിങ്ങൾക്ക്. ഈ ലോകത്ത് ഈ ഹുദ പിറന്നു വീണതിന്റെ പേരിൽ ജിബ്രീലും മലായികത്തുകളും ആ മഹാപ്രവാചകന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയ ആ സന്ദർഭം ദീനിനും ദുനിയാവിനും ആ മഹാപ്രവാചകൻ സന്തോഷ വാർത്തകളുടെ പ്രളയങ്ങൾ നൽകുകയായിരുന്നു. സന്തോഷ വാർത്തകൾ മാത്രം വഹിച്ചുകൊണ്ടാണ് ആ മഹാപ്രവാചകൻ ഈ ലോകത്ത് പിറന്നു വീണത് എന്ന് കവി അന്ന് പാടിയിട്ടുണ്ടെങ്കിൽ ഇന്നും ഈ നൂറ്റാണ്ടുകൾ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ എന്റെ നബിയെ കുറിച്ച് ഓർക്കുമ്പോൾ അത് തന്നെയാണ് പ്രപഞ്ചത്തിൽ എവിടെയും മുഴങ്ങി കേൾക്കുന്ന, എവിടെയും പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദമായി എന്റെ നബി മാറിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഒരു സത്യവിശ്വാസത്തിനുണ്ടാകുന്ന ആനന്ദമാണ് നമ്മുടെ മനസ്സുകളിൽ ഇപ്പോൾ തണികെട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഞാനൊരു പ്രഭാഷകനായി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. എനിക്കറിയാം എന്നേക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധം സ്ഥാപിക്കുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന, പ്രവാചക സുന്നത്തുകളെ മുറുകെ പിടിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആ വലിയ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അതിരുകളില്ലാത്ത ജീവിതത്തിന്റെ ഏത് മേഖലകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോ ആശങ്കിച്ചു കൊണ്ടിരിക്കുന്നത്. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ വെളിച്ചം വിതറിക്കൊണ്ട് ഇന്നും ആധുനിക കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന സകലമായ സമസ്യകൾക്കും വെളിച്ചവും കൈത്തിരിയുമായി എന്റെ പ്രവാചകന്റെ സന്ദേശങ്ങൾ ലോകത്ത് നിലകൊള്ളുമ്പോൾ ആ സന്ദേശങ്ങളുടെ ഏത് ഭാഗത്തിലൂന്നിയാണ് ഞാൻ എന്റെ സഹോദരങ്ങളുമായി എന്റെ ഈ സന്ദർഭം ഞാൻ പങ്കുവെക്കേണ്ടത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലയോ പ്രവാചകരെ, അല്ലയോ നബിയെ, താങ്കളെ നാം അയച്ചിരിക്കുന്നത് ഷാഹിദ, സാക്ഷിയായിട്ടാണ്, വമുബശ്ശിറ, സന്തോഷങ്ങളുടെ വൃത്താന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകാനാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ സാമൂഹ്യ ജീവിതത്തിൽ, നിന്റെ ഇഹലോക ജീവിതത്തിൽ, ഈ ലോകത്ത് നീ വിട്ടുപിരിഞ്ഞ തമ്പുരാനെ നീ കണ്ടുമുട്ടുമ്പോ നിനക്ക് ലഭിക്കാവുന്ന സന്തോഷങ്ങളുടെ ഒരുപാട് വൃത്താന്തങ്ങളെ, സമാധാനത്തിന്റെ ഒരുപാട് അധ്യാപനങ്ങളെ നിനക്ക് പകർന്നു തരാനും പകർന്നു നൽകാനുമാണ് നബിയെ താങ്കളെ നാം അയച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, താങ്കൾ ഒരു വിളക്കാണ്, താങ്കൾ ഒരു വെളിച്ചമാണ്. ലോകത്തെ പ്രകാശിപ്പിച്ച് സ്വയം കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു വെളിച്ചമായിട്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ജീവിതത്തിന്റെ ഏത് ഭാഗവും, ഏത് വശമെടുത്താലും, ഏത് സന്ദേശമെടുത്താലും ധാരാളം സമയം ആർക്കും വാചാലമാകാവുന്ന അതിസംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഉടമയാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, നമ്മൾ ഇന്ന് ആധുനിക കാലഘട്ടം എന്താണ് ആ പ്രവാചകനിൽ നിന്ന് തേടുന്നത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാം. മനുഷ്യനെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് കണ്ണും തലയും മൂടിക്കെട്ടി പിന്നിൽ നിന്ന് വെടിവെച്ചു കൊല്ലുകയും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തു പോയ ഗൃഹനാഥനെ റോഡരികിലിട്ട് വെട്ടി നിർത്തുകയും ചെയ്യുന്ന മനുഷ്യനോട് അതിക്രൂരമായി പെരുമാറുന്ന ഒരു സമകാലിക ജീവിതത്തിൽ അല്ലെങ്കിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് ഇവിടെ പറയേണ്ടി വരിക, ഒരു പക്ഷേ
നിങ്ങൾ എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ലോകം തേടുന്നത് ലോകത്തിന്റെ മുഴുവൻ കാരുണ്യമായി അയക്കപ്പെട്ട, കാരുണ്യം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച, ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ കാരുണ്യ സന്ദേശങ്ങൾ കൊണ്ട് ലോകത്തെ ജ്വലിപ്പിച്ച എന്റെ പ്രവാചകന്റെ കാരുണ്യ സന്ദേശങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കണമോ? ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ എന്ന് പഠിപ്പിച്ച, കാരുണ്യത്തിന്റെ ഉദാത്ത മാർഗങ്ങൾ സൃഷ്ടിച്ച എന്റെ പ്രവാചകന്റെ വലിയ ജീവിതം മനുഷ്യനോട്, ജന്തുക്കളോട് എന്ന് വേണ്ട സചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളോടും, മനുഷ്യനിൽ തന്നെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളോട്, കുഞ്ഞുങ്ങളോട്, സ്ത്രീകളോട്, കാരുണ്യത്തിന്റെ ശത്രുക്കളോട്, മിത്രങ്ങളോട് കാരുണ്യത്തിന്റെ വലിയ വലിയ മാതൃകകൾ കാണിച്ച് കടന്നുപോയ ആ മഹാപ്രവാചകന്റെ ജീവിതം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കേണ്ടത് ഓരോ പ്രവാചക സ്നേഹികളുടെയും പ്രവാചക അനുയായികളുടെയും വലിയ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. കാരുണ്യത്തിന്റെ കടലാണ് എന്റെ നബി. ഇനിയും എന്റെ പ്രവാചകനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോ ഈ ലോകത്ത് ഞാൻ കാണുന്നത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷാ വൈവിധ്യങ്ങളുടെ പേരിൽ അവയൊക്കെ വൈരുദ്ധ്യങ്ങളാക്കിയിട്ട് മനുഷ്യനെ തല്ലിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിക്കൊണ്ടിരിക്കുന്ന ഈ അഭിശപ്ത കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലോകം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് തന്റെ അന്തിമ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ലോകത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകളായിരിക്കും. അല്ലയോ മനുഷ്യരെ, ഇന്ന അബാകും വാഹിദ്, അല്ല നിങ്ങൾ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ പരസ്പരം കഴുത്തറുക്കുകയോ തമ്മിൽ തല്ലുകയോ ചെയ്യേണ്ടവരല്ല. ഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവെന്നാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവെന്നാണ്, നിങ്ങൾ റബ്ബെന്നാണ്. കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിന്റെ മക്കൾ, ആദമാകട്ടെ മണ്ണിൽ നിന്ന്. മാനവികതയുടെ, മാനവ സാഹോദര്യത്തിന്റെ ഈ ഉജ്ജ്വലമായ ഘോഷണങ്ങൾ ലോകത്തുറക്കെ പറയാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായ നമുക്ക് ഇന്നിന്റെ കാലത്ത് ബാധ്യതയില്ലേ എന്ന ഒരു ആലോചനയ്ക്ക് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം. മാനുഷ്യ സമത്വത്തെ കുറിച്ച്, മാനവിക സാഹോദര്യത്തെ കുറിച്ച് ഇത്രയും പ്രമുഖമായി ലോകത്തോട് സംസാരിച്ച ഏതെങ്കിലും ഒരു നായകൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ തട്ടുകളാക്കി തിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും അധികം വിലപിടിപ്പുള്ള, വിലമതിക്കുന്ന സന്ദേശമാണ് എന്റെ പ്രവാചകൻ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ടത് ആ മാനവ സാഹോദര്യത്തെ കുറിച്ചുള്ള പ്രവാചകന്റെ പ്രഘോഷണങ്ങളാണോ എന്നുകൂടി ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കുകയാണ്. ഇനിയും തീർന്നില്ല. ഒരു അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ പ്രിയപുത്രനായി ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ക്രിസ്താബ്ദം 571 ജനിച്ച് ശൈശവവും ബാല്യവും യൗവനവും ഒക്കെ വലിയൊരു സംഭവമാക്കി മാറ്റിയ, മദ്യവും മദിരാശയും സകലമായ വൃത്തികേടുകളും അതിന്റെ മൂർത്ത രൂപത്തിൽ അഴിഞ്ഞാടിയിരുന്ന, ചരിത്രം പോലും ഇരുണ്ട യുഗം, ജാഹിലിയ്യത്ത് എന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വീണ എന്റെ പുണ്യപ്രവാചകന്റെ ശൈശവവും ചോരത്തിളപ്പുള്ള യൗവനവും ഒക്കെ അൽ അമീൻ, മനുഷ്യരായ സത്യസന്ധൻ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് അവിടെ വളർന്നു വന്നു. ആറ്റിടയനായി, കച്ചവടക്കാരനായി, ഹിറയുടെ അന്ധകാരത്തിൽ, ഹിറയുടെ ഉള്ളിൽ ധ്യാനനിരതനായി കഴിഞ്ഞുകൂടിയ എന്റെ പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിലെ ആ രൂപത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ ജനങ്ങളോട് പറയണമോ? പ്രവാചകനാകുന്നതിന് മുമ്പ് തെളിഞ്ഞു വിളങ്ങി നിൽക്കുന്ന ഒരു വലിയ ഒരു പുണ്യത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. ഇനിയും തീർന്നില്ല. ധ്യാനനിരതനായിരിക്കുന്ന എന്റെ പ്രവാചകന്റെ അടുത്ത് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിലൊരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയുമോ? നബിയുൽ ഉമ്മി എന്നാണ്. നിരക്ഷരനായ പ്രവാചകൻ, വായിക്കാനറിയാത്ത പ്രവാചകൻ, എഴുതാനറിയാത്ത പ്രവാചകൻ. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. എന്തുകൊണ്ട് ഇതെന്റെ പ്രവാചകന്റെ ഒരു ക്വാളിറ്റിയായി മാറി? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലെങ്കനാവില്ലാതിരിക്കാൻ വായിക്കാനും എഴുതാനും അറിയാത്ത ആ മഹാപ്രവാചകൻ ഇറാനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഇറാനിൽ നിന്ന് മനുഷ്യന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വലതു കൈയിൽ ഈ ലോകത്തെ ജനിപ്പിക്കാനുള്ള, വിജയത്തിലേക്ക് നയിക്കാനുള്ള എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളുമായി, ലോകത്തെ വിസ്മയിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ഏടുകളുമായി ഇറങ്ങി വന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധന ദൗത്യവുമായി
തന്റെ ജനസമൂഹങ്ങളിൽ നടന്നുകൊണ്ട് നീങ്ങിയപ്പോ, മുന്നോട്ട് നീങ്ങിയപ്പോ ആ പ്രവാചകൻ അനുഭവിച്ച 3 വർഷത്തെ രഹസ്യ പ്രബോധനവും അങ്ങനെ അബൂ താലിബിന്റെ സംരക്ഷണത്തിനുണ്ടായിരുന്ന പരസ്യ പ്രബോധന കാലഘട്ടങ്ങളും അവിടെ നിന്നോട്ട് അബൂ താലിബും തായിഫും തന്റെ കൺമുമ്പിൽ ഇട്ടുകൊണ്ട് തന്റെ അനുയായികൾ അതിക്രൂരമായി വർദ്ധിക്കപ്പെടുന്ന ആ കാഴ്ചകളും അങ്ങനെയുള്ള ഈ സത്യമാർഗത്തിൽ മുന്നോട്ട് പോയ ലോകത്ത് കാലുകുത്തിയ അത്യുത്തമനായ വ്യക്തിത്വമായ എന്റെ നബി അനുഭവിച്ച താണ്ടിക്കടന്ന പീഡനത്തിന്റെ ആ പർവ്വങ്ങളെ കുറിച്ച് ആചാരമായി സത്യവിശ്വാസി സമൂഹത്തിന്റെ ഈമാനുകൾക്ക് കരുത്തേകാൻ ഈ മണിക്കൂറുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു മക്കി കാലഘട്ടം, മക്കയിൽ ജീവിച്ച പ്രവാചകന്റെ കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചർച്ചയ്ക്കെടുക്കാവുന്നതാണ്. ഇനിയും എന്റെ പുണ്യ പ്രവാചകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലോകത്തോട് പറയേണ്ടുന്ന സന്ദേശങ്ങളിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഒരിക്കൽ എന്റെ പ്രവാചകൻ എഴുന്നേറ്റുന്നപ്പോ, എന്റെ നബി എഴുന്നേറ്റുന്നപ്പോ തന്റെ തലയ്ക്ക് മുകളിൽ ഒരു പ്രാവ് വട്ടമിട്ട് പറന്നു. പ്രവാചകൻ ചോദിച്ചു, ഈ പ്രാവിന്റെ, ഈ മാടപ്രാവിന്റെ കുഞ്ഞിനെ തന്റെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഈ മാതാവിന്റെ മനസ്സിൽ വേദനയിട്ടവനാരാ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളാണ്, ഇന്ന ആളുകളാണ്. എങ്കിൽ തിരിച്ചു കൊണ്ടുപോവാ ആ കുഞ്ഞിനെ. ഒരു മാടപ്രാവ് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ പ്രവാചകന്റെ മനസ്സ് വേദനിക്കുകയും അതിനെ തിരിച്ചു കൊണ്ടുവരാനും പറഞ്ഞ, ലോകത്ത് പക്ഷികളെ സ്നേഹിച്ച മനുഷ്യ സമൂഹത്തിന്റെ ഒന്നാമതയിൽ നിൽക്കുന്ന വലിയൊരു പക്ഷികളെ സ്നേഹിക്കുന്നവരായിരുന്നു എന്റെ നബി എന്നുള്ളത്. ഈ കാലഘട്ടത്തിലെ സംസാര വിഷയമാണത്. പക്ഷേ അതിന്റെ മുമ്പിൽ ഒന്നാമൻ എന്റെ നബിയാണ് എന്നെനിക്ക് ലോകത്തോട് പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ വിശന്ന് മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തെ കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മൻ സാഹിബു ഹാദിൽ ജബൽ? ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ? ആരാണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ? ഒരു സഹാബി എഴുന്നേറ്റ്, ഞാനാണ്. എങ്കിൽ നീ ഒട്ടകത്തെ വളർത്തുന്നുവെങ്കിൽ അതിന് അന്യമായി ഭക്ഷണം കൊടുക്കുക. ഈ ഒട്ടകം ഇതാ എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു. ഒട്ടകത്തിന് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി വാദിച്ച എന്റെ നബി, ലോകം കണ്ട മൃഗങ്ങളെ സ്നേഹിച്ച, പക്ഷികളെ സ്നേഹിച്ച ഏറ്റവും വലിയ സ്നേഹിയായിരുന്നു എന്റെ പ്രവാചകൻ എന്നെനിക്ക് ലോകത്തോട് പറയാൻ സാധിക്കും. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് മരിക്കാനിരിക്കുകയാണെങ്കിൽ, അന്ത്യനാൾ വരികയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും, നിങ്ങളുടെ കൈകളിൽ ഒരു ചെറിയ ചെടി ഉണ്ടെങ്കിൽ അതവൻ നട്ടിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച, നിങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് കല്ലെറിയരുത് മക്കളെ എന്ന് മക്കളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പ്രകൃതി സ്നേഹി, വൃക്ഷങ്ങളെ സംരക്ഷകനായിരുന്നു എന്റെ പ്രവാചകൻ എന്നുള്ളത്. കൂട്ടം കൂട്ടമായി അരിച്ചു പോകുന്ന ഉറുമ്പുകൾക്ക് മുമ്പിൽ തീയിടരുത് എന്ന് സ്വന്തം സമൂഹത്തെ ആജ്ഞാപിച്ച പ്രവാചകനായിരുന്നു. നിങ്ങൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ മാനങ്ങളിൽ മൂത്രമൊഴിക്കരുത്, ഇഴജന്തുക്കൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എന്നെ പഠിപ്പിച്ച ജന്തു സ്നേഹിയായ, ഇഴജന്തുക്കളെ പോലും സ്നേഹിച്ച സ്നേഹത്തിന്റെ നിർവ്വടമായ എന്റെ പ്രവാചകന്റെ സ്നേഹാധ്യാപനങ്ങൾ ഈ ലോകത്തോട് എനിക്ക് പറയാൻ സാധിക്കും. ഈ മല ഉഹദ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അതിനെയും സ്നേഹിക്കുന്നു. മലകളെയും മരങ്ങളെയും സ്നേഹിച്ച, നമ്മുടെ ജലത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് ആചാരമായ ലോകം കണ്ട പ്രകൃതി സ്നേഹികളിൽ ഏറ്റവും മുൻപന്തിയിലുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിന്റെ നായകനും, ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ മാതൃകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുസ്ലിം ലോകമേ, മുസ്ലിം ഉമ്മത്തെ നാം തിരിച്ചറിയുകയും ലോകത്തോട് ഉറക്കെ പറയുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ലോകം ഇതിൽ ഓരോരോ വിഷയങ്ങളിലാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, ജന്തുക്കളെ സംരക്ഷിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളാണ്. നമ്മൾ പറയുന്നത് മനുഷ്യൻ ആവശ്യമുള്ള, ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ മുൻപന്തിയിൽ എന്റെ പ്രവാചകനെ കടത്തിവിട്ടാൻ ലോകത്തൊരു മനുഷ്യനും ഒരാത്മാവും ഇന്നുവരെ ജനിച്ചു വീണിട്ടില്ല എന്ന് അഭിമാനത്തോടെ സംഭവങ്ങൾ എടുത്തു തിരിച്ചുകൊണ്ട് എനിക്ക് ഈ ലോകത്തിന് മുമ്പ് പറയാൻ സാധിക്കും. അതാണ് എന്റെ നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നമുക്ക് അഭിമാനത്തോടെയും മനസ്സിന്റെ സന്തോഷത്തോടു കൂടിയും പറയാൻ സാധിക്കും. ആ മഹാപ്രവാചകന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, ഉമ്മിയായ അക്ഷരജ്ഞാനമില്ലാതിരുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ വിപ്ലവത്തിന്റെ ആരംഭം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലായിരുന്നു എന്നും കാണാൻ സാധിക്കും. വിജ്ഞാനത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, വിജ്ഞാനത്തെ നേടുന്നതിന് വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ടും ഭൂഖണ്ഡങ്ങളെ താണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ വിജ്ഞാനം കരകരമാക്കുക. വിദ്യ എവിടെ കളഞ്ഞു കിട്ടിയാലും അത് നിങ്ങളുടെ സമ്പത്താണ് എന്റെ ഉമ്മത്തെ എന്ന് പഠിപ്പിച്ച് വിജ്ഞാനത്തെ വലിയൊരു പ്രാർത്ഥനയാക്കിയ, വലിയൊരു ഇബാദത്താക്കിയ, വലിയൊരു ആരാധനയാക്കിയ ലോകത്തെ വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു
എന്റെ പുണ്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ലോകത്തോട് പറയാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. എന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ ദൂതനാണ്. സ്വർഗ്ഗ കവാടങ്ങൾ ഏറ്റവും ആദ്യമായി തുറക്കപ്പെടുന്ന പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ ഹബീബാണ്. പക്ഷേ ആ ഹബീബിന്റെ ജീവിതം എനിക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ ഉള്ളിലായിരുന്നില്ല, മസ്ജിദുൻ നബവിയുടെ ഉള്ളിലോ കഅബാലയത്തിന്റെ ചുറ്റുമോ ആയിരുന്നില്ല. തന്റെ ചുറ്റുപാടുകളിൽ എവിടെയൊക്കെ ആരെങ്കിലും രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഉമ്മത്തോ എന്റെ അനുയായിയോ ആകണമെന്നില്ല. ഒരു മനുഷ്യന് രോഗവും പ്രയാസവും ഉണ്ട് എങ്കിൽ ആ രോഗിയെ സംരക്ഷിക്കുകയും അവനെ പരിചരിക്കുകയും ചെയ്യുന്നത് എന്റെ ദീനിന്റെ, ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്ന പടച്ചതമ്പുരാന്റെ ദീനിന്റെ ഭാഗമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകൻ. അഗതികളും അനാഥകളെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ എന്നോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് 2 വിരലുകൾ ഉയർത്തി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞപ്പോ ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തെങ്ങോളം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനാഥ മക്കൾക്കും സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ വലയങ്ങൾ തീർക്കാൻ ഇന്ന് ലോകം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ 2 വിരലുകൾ ഉയർത്തി ലോകത്ത് അനാഥ സംരക്ഷണത്തിന്റെ വിപ്ലവം തീർത്ത ആ പ്രവാചകനാണ്, അനാഥകളുടെ സംരക്ഷകനാണ് എന്റെ പ്രവാചകൻ. പട്ടിണിയും കൈവട്ടവും അല്ലാഹുവിന്റെ പ്രവാചകന് സഹിച്ചിരുന്നില്ല. സ്വന്തം പട്ടിണി കിടന്നുകൊണ്ട്, സ്വന്തം വയറ്റിൽ വലിയ വലിയ കല്ലുകൾ കെട്ടിവെച്ചുകൊണ്ട് ലോകത്തിനും തന്റെ സമൂഹത്തിൽ നിന്നും പട്ടിണി അകറ്റാൻ നിതാന്തമായ ജാഗ്രതയോടെ തന്റെ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു എന്റെ പ്രവാചകൻ. എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട, നീതി തടയപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മദീനയുടെ തെരുവോരങ്ങളിൽ ഓടി നടക്കുന്ന എന്റെ പ്രവാചകനെ ചരിത്രത്തിന്റെ തെളിവട്ടത്തിൽ എനിക്ക് കാണാൻ സാധിക്കുമ്പോ എനിക്ക് പറയാൻ സാധിക്കും, ലോകം കണ്ടിട്ടുള്ള അത്യുച്ഛനായ ഒന്നാമനായ മനുഷ്യാവകാശ പ്രവർത്തനായിരുന്നു എന്റെ പ്രവാചകൻ, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഏത് വിഷയത്തെ കുറിച്ചാണ് ഞാൻ എന്റെ പ്രവാചകനെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോ തീരാത്ത ഒരുപാട് തലക്കെട്ടുകൾ എന്റെ മുമ്പിൽ ഇങ്ങനെ മിന്നി പറയുകയാണ്. ആ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിടവിരിഞ്ഞപ്പോഴാണ് മഹാപ്രവാചകൻ ലോകത്തിന്റെ സംഭാവന ചെയ്ത ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ ഇന്ന് കാലഘട്ടം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോകം കണ്ട അത്യുച്ഛരായ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത് എന്റെ പ്രവാചകൻ എന്റെ ഖലീഫമാരായി 4 ഖിലാഫാക്കളെയും അതുപോലെ തന്നെ ലോകം കണ്ടിട്ടുള്ള നിപുണരായ വ്യക്തികളെയും ഈ ലോകത്തിന്റെ സംഭാവന ചെയ്തുകൊണ്ടാണ്. അതിലൊരു ഖാലിദ് ഇബ്നു വലീദ് ഉണ്ട്, അതിൽ അലി ഇബ്നു അബീ താലിബ് ഉണ്ട്, അതിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, ഖലീഫമാരുണ്ട്, സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബത്തുണ്ട്. ഓരോരോ മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന എണ്ണം പറഞ്ഞ നൂറുകണക്കിന് മനുഷ്യ വിഭവത്തെ ഈ ലോകത്തിന്റെ സംഭാവന ചെയ്തുകൊണ്ട് എന്റെ പ്രവാചകൻ കടന്നുപോയപ്പോ ഒരു ലോകത്തെ അവസാനിക്കാത്ത നന്മയെ ഈ ലോകത്ത് വാങ്ങിയിട്ടാണ് എന്റെ പ്രവാചകൻ കടന്നുപോയത് എന്ന് നമുക്കറിയാം. അതും പറഞ്ഞാൽ തീരാത്ത ഒരു തലക്കെട്ടായിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന ഒരു വിഷയമാണ്. എനിക്ക് തന്നിരിക്കുന്ന ഈ നിമിഷം കൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് എന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ സാധിക്കും. എന്റെ നബി എന്തൊരു വലിയ അത്ഭുതം! എന്റെ നബി ആലോചിച്ചാൽ പിടികിട്ടാത്ത അത്ഭുതത്തിന്റെ പ്രകടമാണ്. അവിടുത്തെ കവി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ നോക്കിയിരുന്നുകൊണ്ട് ഇങ്ങനെ കവിത ചൊല്ലി: വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദ് നിസാ خلقت مبرعا من كل عيب كأنك قد خلقت كما تشاء. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൗന്ദര്യത്തെ നോക്കിയിട്ട് പറയാണ്: അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ സൗന്ദര്യത്തെക്കാൾ വലിയൊരു സൗന്ദര്യത്തെ എന്റെ കണ്ണ് കണ്ടിട്ടില്ല. താങ്കളെക്കാൾ ഒരു നന്മയെ, താങ്കളെക്കാൾ ഒരു പുണ്യവാളനെ, ഒരു സ്ത്രീയും ഈ ലോകത്ത് പ്രസവിച്ചിട്ടില്ല എന്റെ പ്രവാചകരെ. ഒരു ന്യൂനതകളുമില്ലാതെ സർവ്വവിധ ന്യൂനകളിൽ നിന്നും പൂർണ്ണനായി ഈ ലോകത്ത് താങ്കൾ എങ്ങനെ ഉദ്ദേശിച്ചോ അങ്ങനെ ജനിച്ചു വീണവനല്ലയോ താങ്കൾ. അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്തത സഹചാരി പറഞ്ഞതാണ്. 20-ാം നൂറ്റാണ്ടിൽ ഞാൻ ഇന്നുകൊണ്ട് എന്റെ പ്രവാചകനെ വിലയിരുത്തുന്ന ആളുകളെ കുറിച്ച് നമുക്ക് വാചാലരാകാം. ഇന്ന് പ്രവാചകനെ വിശ്വസിക്കാത്ത, പ്രവാചകന്റെ പിൻഗാമികളാകാതിരുന്ന വലിയ വലിയ തത്വചിന്തകന്മാർ, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ വലിയ സാഹിത്യകാരന്മാർ, വലിയ ചരിത്രകാരന്മാർ, അവരൊക്കെ പ്രവാചക അധ്യാപനങ്ങളിലൂടെ ഇങ്ങനെ കണ്ണോടിച്ച് മുന്നോട്ട് പോയപ്പോ ആ മഹാപ്രവാചകനെ കുറിച്ചാണ് ലാമാർക്കിൻ ചോദിച്ചത്: ഈസ് ദേർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി? ഉണ്ടോ ഈ ലോകത്ത് ആ മഹാപ്രവാചകനേക്കാൾ മഹത്വത്തിനുടമയായ ഒരു മനുഷ്യനുമില്ല? ജോർജ് ബെർണാഡ് ഷാ
പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു, he must be called the savior of humanity. മനുഷ്യ വിവർഗത്തിന്റെ വിമോചകനാണ് ആ പ്രവാചകൻ മുഹമ്മദ്. ഇത് ജോർജ് ബെർണാഡ് ഷാ ലോകത്തോട് പറഞ്ഞു. മൈക്കിൾ ജോർജ് പ്രവാചകനെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, the only man in history who was supremely successful both in religious and secular level. മതപരമായും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുമൊക്കെ ഭൗതികമായും ആത്മീയമായും വിജയം വരിച്ച ഒരേ ഒരു മനുഷ്യൻ ഞാൻ എന്റെ പഠനത്തിൽ കണ്ടത്, ലോകം കണ്ട അത്യുത്തമ വ്യക്തികളായ 100 ആളുകളെ തെരഞ്ഞെടുത്ത് മൈക്കിൾ ജോർജ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും ഒരുപോലെ വിജയിച്ച ഒരു മഹാൻ അത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നരദിവ്യാകൃതി കൊണ്ട ദൈവമോ എന്ന് ശ്രീനാരായണ ഗുരുവാണ് മഹാപ്രവാചകനെ നോക്കിയിട്ട് പറഞ്ഞത്. എന്റെ ഗുരുപരമ്പരയിലെ തേജസ്വിയായ അധ്യാപകനാണ് എന്റെ നബി. നമ്മുടെ തലക്കെട്ടാണ് എന്റെ നബി എന്ന് ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ OVJ സാറാണ് പ്രവാചകനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറയുന്നത്, നമ്മൾ പിൻപറ്റുന്നത്, ഞാൻ പിൻപറ്റാൻ ബാധ്യതയായിട്ടുള്ളത്, ഞാൻ എന്റെ നായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ചെറിയ വ്യക്തിത്വത്തെ എല്ലാം എന്നാണ്. എനിക്ക് എന്റെ ജീവിതത്തെയും എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും ബോധ്യപ്പെടുത്താൻ മാത്രം എന്റെ സ്വപ്നങ്ങളിൽ കാണാൻ പറ്റുന്നതിനേക്കാൾ ഉജ്ജ്വലമായ എല്ലാ മേഖലകളിലും മഹത്വത്തിന്റെ ഗിരിമയിൽ നിൽക്കുന്ന, എല്ലാ പ്രതാപങ്ങളോടും കൂടി ഉയർന്നു നിൽക്കുന്ന ലോകത്തെ മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകൻ എന്നുള്ളത്. ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രവാചകന്റെ ദൗത്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നേരത്തെ പറഞ്ഞു, പ്രവാചകനെ താങ്കളെ സാക്ഷിയായിട്ടാണ് അയച്ചത്, ഷാഹിദായിട്ടാണ് അയച്ചത്. എന്നിട്ട് പ്രവാചകന്റെ അനുയായിയായ എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ലോകത്തെ അത്ഭുതങ്ങൾ തീർത്ത് കടന്നുപോയ നിങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ, സമാനതകളില്ലാത്ത മാതൃകകൾ ഈ ലോകത്ത് കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയ പുണ്യ റസൂലുണ്ടല്ലോ. ആ പുണ്യ റസൂൽ എങ്ങനെ ലോകത്തിന് സാക്ഷിയായോ, ലോകത്തിന് എങ്ങനെ ആ മഹാപ്രവാചകൻ അത്ഭുതപ്പെടുത്തിയോ, ആ അത്ഭുതങ്ങളെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് സമകാലിക ലോകത്തെ മനുഷ്യ സമൂഹത്തിൽ ആ പ്രവാചകന്റെ പതിപ്പുകളായി മാറേണ്ടവരാണ് മുസ്ലിം ഉമ്മത്തെ. നിങ്ങൾ നാം ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. എന്തിന്? ആ പ്രവാചകൻ ലോകത്തിന് സാക്ഷിയായതുപോലെ നിങ്ങളും സാക്ഷിയാകാൻ. ഇവിടെയാണ് ഞാൻ എത്തിപ്പോകുന്നത്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ആ മഹാപ്രവാചകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ധാരാളം സലാത്തില്ല. ആ മഹാപ്രവാചകന്റെ സ്നേഹാവദാനങ്ങളെ കുറിച്ച് എനിക്ക് ധാരാളമായി പറയാം. പക്ഷേ ആ പ്രവാചകന്റെ അനുയായിയായി എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ ആ ഷഹാദത്തുൽ ഹഖ്, ആ പ്രവാചകൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത സത്യസാക്ഷ്യത്തെ എത്രമാത്രം എന്റെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനും ഉൾക്കൊള്ളാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ നബി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സന്ദർഭങ്ങളിൽ ആലോചിക്കുന്നത് എന്നെ സഹോദരി സഹോദരങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എല്ലാവരും ആർക്കും എന്റെ നബി എന്ന അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ആ വ്യക്തിത്വം. നമുക്ക് ഉദാഹരണത്തിന് വേണ്ടി കുട്ടികളായി എടുത്ത കുട്ടികൾ, ഏത് കുട്ടിക്കും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ധൈര്യസമേതം പറയാം, അതെന്റെ നബിയാണ്. ആ പ്രവാചക ജീവിതത്തിൽ അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ കുറിച്ച് പറഞ്ഞത് ഫാത്തിമ എന്നാണ്. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. തന്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ എന്തെന്നില്ലാതെ സ്നേഹിച്ചു. പ്രവാചകനും കുഞ്ഞുങ്ങളുമായുള്ള സ്നേഹം കണ്ടാൽ ഈ ലോകത്തുള്ള ഏറ്റവും വലുത് കുഞ്ഞുങ്ങളാകുമെന്ന് തോന്നുമാറും കുഞ്ഞുങ്ങളുമായി അല്ലാഹുവിന്റെ പ്രവാചകൻ ഇടപെട്ടു എന്നാണ്. ഏകദേശം 16 മാസമുള്ളപ്പോ തന്റെ ഇബ്രാഹിം എന്ന തന്റെ മകന് രോഗം ബാധിച്ചു. ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുകയാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രവാചകൻ മാലികത്തിൽ കുടുത്തിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇബ്രാഹിം എന്ന തന്റെ മോനെ എടുത്തുകൊണ്ട് തന്റെ മാറോട് ചേർത്ത് വെച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ആ താടിയോട് വലിച്ചിറങ്ങിയിട്ട് ഇബ്രാഹിം എന്ന കുരുന്നിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണുനീരിട്ട് വീഴുകയാണ്. ഇബ്രാഹിം, നീ മരണപ്പെട്ടു പോവുകയാണ്. നീ അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകന്റെ മകനാണ്. ഒന്നും ചെയ്യാൻ സാധ്യമല്ല മോനെ. നീ എന്റെ കൈകളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ എനിക്കെന്തതില്ലാത്ത ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്ന സ്നേഹവത്സരനായ ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ പ്രവാചകനിൽ പറയുകയാണ്, ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ പ്രവാചകന്റെ മകൾ ഫാത്തിമയെ കടന്നു വന്നാൽ ഫാത്തിമയെ കാണുമ്പോ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിക്കുന്ന
കുടുംബത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു അത്രേ, മർഹബൻ ബി ഇബ്നതി, എന്റെ പൊന്നുമോളെ കടന്നു വാ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പത്നിയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ മാതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൗന്ദര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ മകളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് രണ്ട് കണ്ണുകൾക്ക് നടുവിൽ നെറ്റിത്തടത്തിൽ ചുംബിച്ചിരുന്നു. എന്റെ പുണ്യ റസൂൽ എന്ന് പറയുമ്പോൾ ഏത് കുട്ടിക്കും ഉറക്കെ പറയാൻ സാധിക്കും, എന്റെ പ്രവാചകൻ എന്റെ നബിയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ഇത് ഞാൻ സുന്നത്തിനെ പിന്തുടർന്നോ, എനിക്കുമുണ്ടല്ലോ മക്കൾ, എനിക്കുമുണ്ട് സന്താനങ്ങൾ, വലിയ കുട്ടികളുണ്ട്. 4-5 വയസ്സ് കഴിഞ്ഞ് 15, 16, 20 വയസ്സെത്തിയ പെൺകുട്ടികൾ എനിക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ എനിക്ക് സാധ്യമാണോ എന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്തതുപോലെ എവിടേക്ക് പോകുമ്പോഴും ആദ്യമായി ഫാത്തിമയുടെ വീട്ടിൽ പോയി യാത്ര പറയുന്ന, ഏത് യാത്ര കഴിഞ്ഞാലും തിരിച്ചു വന്ന് മോളെ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്ന അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് രോഷാകുലനായി ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഫാത്തിമ ഓടിച്ചെന്നു ഉപ്പയുടെ അടുത്തേക്ക്, ഇതാ എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്റെ മകളുടെ തോളിൽ തട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മോളെ ആരാണ് അലി എന്ന് നീ മനസ്സിലാക്കണം. നീ ഏതൊരു ഭർത്താവിനോടാണ് സംസാരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. അവന് കോപമുണ്ടാവുന്നത് നീ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ തൊട്ടുപറയുകൊണ്ടിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് പറയാണ്, ഇല്ല, ഇനി ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് അങ്ങനെ തങ്ങളുടെ മോളുടെ വാത്സല്യം എന്നുള്ളത് എങ്ങനെയാണ് മോളെ പെരുമാറേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പോലും പറയുന്ന, എന്താണ് തെറ്റുകളും വീഴ്ചകളും കാണുമ്പോൾ അത് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവായ അല്ലാഹുവിന്റെ പ്രവാചകൻ. ആ പ്രവാചകന്റെ കുട്ടികളുമായിട്ടുള്ള ഈ ഇടപെടലുകൾ ഒരു വലിയ വിഷയമാണ്. തങ്ങളുടെ സുഹൃത്തിന്റെ മഹ്മൂദ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വെള്ളം മേടിക്കാൻ വേണ്ടി പോകാറുണ്ട് എന്നാണ്. അങ്ങനെ വെള്ളം മേടിച്ചിട്ട് കയ്യിൽ വെള്ളമെടുത്ത് ആ കുട്ടികളുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ശരീരത്തിലേക്ക് കുടഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുന്ന, കുഞ്ഞുങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ലോകാനുഗ്രഹി അതായിരുന്നു എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ തോളിൽ കയറ്റിക്കൊണ്ടിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സലാം പറയുകയും അവരെ ധാരാളമായി കേൾക്കുകയും ചെയ്തിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകനേക്കാൾ തിരക്കുള്ള ലോകത്താരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ശത്രുക്കളുടെ മക്കൾ, ഒരു യുദ്ധത്തിൽ മക്കൾ, ചെറിയ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വൃത്താന്തം പറഞ്ഞപ്പോ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആദ്യ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹുവിന്റെ റസൂൽ നടക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, വിഷമിക്കേണ്ട റസൂലേ, അവരുടെ ശത്രുക്കളുടെ മക്കളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞവർ കുഞ്ഞുങ്ങളല്ലേ, എന്ത് തെറ്റാണ് കുഞ്ഞുങ്ങൾ ചെയ്തത്, എന്ത് തെറ്റിന്റെ പേരിലാണ് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടത്. അന്നു മുതൽ യുദ്ധത്തിനായി പറഞ്ഞയക്കുന്ന പ്രവാചകൻ തന്റെ അനുയായികളോട് പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, വൃക്ഷങ്ങൾ തൊട്ടുപോകരുത്, എന്തവസ്ഥയിലായിരുന്നാലും. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക്, ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഞങ്ങൾക്കാണ് സംരക്ഷകൻ. ഞങ്ങളുടെ സംരക്ഷണത്തിൽ, ഞങ്ങളുടെ പരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവർ ആരുണ്ട് എന്ന ചോദ്യത്തിന് കുഞ്ഞുങ്ങൾ ഒറ്റക്കെട്ടായി പറയാൻ സാധിക്കും, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത്. നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ലോകം സംഭാവന ചെയ്ത, മാനവ സമൂഹത്തിന് സംഭാവന ചെയ്ത ഏറ്റവും നല്ല ഭർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആ മഹാപ്രവാചകന്റെ കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും പറയാൻ സാധിക്കും, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളത്. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ 9 ഭാര്യമാരോടൊപ്പം അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ ഇണക്കപിണക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ജീവിതാവസാനങ്ങളിൽ ആ 9 ഭാര്യമാരിൽ ഒരാൾപ്പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അരുത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂലിന് എന്നോടായിരുന്നു സ്നേഹം എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ലോകത്തിന് വലിയൊരു ഭർത്താവിനെ സംഭാവന ചെയ്തുകൊണ്ട്, നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ്. എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് ഞാൻ എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനത്തിന്റെ അധ്യാപനത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, അതിന് അടിവരയിട്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങളുടെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നാൽ പുറത്ത് ഒരുപാട് സംഭവബഹുലമായ കൃത്യാന്തരബാഹുല്യം കൊണ്ട് ക്ഷീണിതനായി കടന്നു വരുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കിടന്ന് വിശ്രമിക്കാറില്ല. വേഗം കടന്നു വരും, അടുക്കളയിലേക്ക് കടന്നു വരും, ഞങ്ങളെ സഹായിക്കും, അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകും. അങ്ങനെ ഞങ്ങളുമായി ഹരിത ഭാഷകൾ പറഞ്ഞുകൊണ്ടിരിക്കും.
ഭാര്യാഭർത്തൃബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയും ഒരുപാട് വിവാഹമോചനങ്ങൾ ദിവസം തോറും വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയും ചെയ്യുന്ന ലോകത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും സൈക്കോളജിസ്റ്റുകൾക്കുമൊക്കെ ആരെയാണ് നിയന്ത്രിക്കേണ്ടത്, ആരെയാണ് താഴ്ത്തി കൊടുക്കേണ്ടത് എന്ന പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ 9 ഭാര്യമാരുമായി ജീവിച്ച് ലോകത്ത് ഏറ്റവും നല്ല ഭർത്താവിനെയാകാം, ഏറ്റവും നല്ല ഭാര്യയാകാം എന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ കുടുംബനാഥനായിരുന്നു എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. ആയിഷ ബീവി പറയുന്നു, ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ വീടുകളിലെ കഥകളിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് പരസ്പരം തിക്കി കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്യോപ്യയിൽ നിന്ന് ഗായക സംഘം വന്നപ്പോ ആയിഷ നിനക്കത് കേൾക്കണമോ? ഞാൻ പറഞ്ഞു കാരണം അങ്ങനെ എന്റെ കൗളും പ്രവാചകന്റെ കൗളിനോട് ചേർത്ത് വെച്ച് മതിവരോളം എത്യോപ്യൻ നൃത്ത സംഘത്തിന്റെ ആ കലയാസ്വദിക്കാൻ ഞാനും എന്റെ പ്രവാചകനും കടന്നു വന്നിട്ടുണ്ട്. ഈ മക്ക സമൂഹങ്ങളിൽ മദീനയിലുള്ള എല്ലാവരും എനിക്കെതിരെ അപവാദ പ്രകടനമുണ്ടായപ്പോ, വ്യഭിചാരോപണം എന്റെ പേരിൽ നടത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മൗനിയായി ദുഃഖത്തോടെ കഴിച്ചു കിട്ടുകയല്ലാതെ എന്നെതിരെ ഒരു വിരൽ പോലും വിലക്കിയിട്ടില്ല എന്ന് പറയുമ്പോ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെ, ഇളതുടകളെ നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ട് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കാം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവായി കടന്നുപോയ, ഇനി അതിന്റെ ധാർമ്മികതകളെ കുറിച്ച് സംസാരിക്കുമ്പോ, സൽസ്വഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉദാഹരണത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൗമനസ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ചിലപ്പോൾ അനുയായികൾക്ക് പോലും ദഹിക്കാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ താനുമായി ഇടപഴകിയവരോട് സൗമനസ്യം കാണിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ വളരെ എടുത്തു പറയാവുന്നതാണ് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലുമായി കരാറുണ്ടാക്കുന്ന സന്ദർഭത്തിൽ കരാർ എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ശത്രു സമൂഹം ഖുറൈശികൾ പറഞ്ഞു മായ്ച്ചു കളയണം, റഹ്മാൻ റഹീമായ അല്ലാഹുവിനെ നിങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയോട് പറഞ്ഞു മായ്ച്ചു കളയും. വീണ്ടും പറഞ്ഞു ആ കരാറിന്റെ ആരംഭം ഇത് മുഹമ്മദ് റസൂലുള്ളയും അതുപോലെ തന്നെ സുഹൈലും തമ്മിലുള്ള കരാറാണ്. സുഹൈൽ പറഞ്ഞില്ല, റസൂലുള്ളയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് റസൂലുള്ള വെട്ടിക്കളയണം. റസൂൽ അലിയോട് പറഞ്ഞു മാറ്റ്. അലി ഇബ്നു അബീ താലിബ് പറഞ്ഞില്ല, റസൂലുള്ളാഹ് എന്ന പദം മായ്ക്കാൻ എന്റെ കൈ ഞാൻ ഉപയോഗിക്കില്ല. റസൂൽ എവിടെയാണ് കാണിച്ചതാ, ഞാൻ മായ്ച്ചു കളയാം. അത് ഹുദൈബിയ സന്ധിയുടെ കരാറുകളുടെ അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വികാരത്തോട് വൈകാരികനായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലസ്ത നബിയ്യുൻ ഹഖ്ഖാ, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ ശരിയായ പ്രവാചകൻ തന്നെയല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു, എന്റെ പുണ്യ പ്രവാചകനോട് ഞാൻ ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ പ്രവാചകനല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതേ പറയാൻ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മൾ സത്യത്തിലല്ലേ? ഈ ദീൻ സത്യമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ സത്യത്തിലാണ്. എങ്കിൽ എന്തിനാണ് നമ്മൾ ഇത്രയും നിന്ദരാകുന്നത്? ശത്രുക്കൾ പറയുന്നത് പോലും കേട്ടുകൊണ്ട് നിന്ദരാകുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറിനോട് നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ അല്ലാഹുവിനെ ഞാൻ ധിക്കരിക്കില്ല എന്ന് ഞാൻ നിനക്ക് വാഗ്ദത്തം നൽകാം. നമ്മൾ സത്യത്തിലാണ്, ധൈര്യമായി തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ പ്രവാചകൻ ശത്രുക്കളോട് കാണിക്കുന്ന സൗമനസ്യം പോലും തന്റെ അനുയായികളെ പോലും പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു എന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ അറിയണം. ഓരോ മനുഷ്യരുടെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ജാതിയോ മതമോ വിശ്വാസമോ അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ടില്ല എന്ന് ആ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇത് കാലഘട്ടത്തിന്റെ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സന്ദർഭം നമ്മൾ എടുത്തു പറയുന്നത്. അധികാരം വരുമ്പോ ഞങ്ങളല്ലാത്ത സകലമായ സമൂഹങ്ങളെയും അടിച്ചു നിരക്കാനും പുറത്താക്കാനും വേണ്ടി ഓരോരോ അധികാരികൾ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോ അധികാര സ്ഥാനങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും കുടിയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ എന്റെ പ്രവാചകന്റെ ജീവിതവും എന്റെ പ്രവാചകന്റെ സന്ദേശവും ലോകത്തോട് എനിക്ക് പറയേണ്ടതുണ്ട്. മക്ക ഫത്ഹിന്റെ ദിനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കഅബയിലേക്ക് കടന്നു വന്നു. റസൂൽ ചോദിച്ചു, ഈ കഅബയുടെ താക്കോൽ ആരുടെ കയ്യിലാണ്? ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലാണ്. ഉസ്മാൻ ഇബ്നു തൽഹ മുശ്രിക്കുകളുടെ ഭാഗമാണ്, വിശ്വാസിയില്ല. എങ്കിൽ കഅബാലയം തുറക്കട്ടെ. ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ നിന്ന് കഅബയുടെ താക്കോൽ വാങ്ങിയിട്ട് കഅബാലയം തുറന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്തുള്ളിൽ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് പുറത്തു വന്നു. സഹാബികൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അമ്മാവനായിരുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നു. ആ താക്കോൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. പ്രവാചകന്റെ അനുയായികൾ ആ മക്ക ഫത്ഹിന്റെ കടന്നു വന്ന അനുയായികളിൽ പലർക്കും ആ കഅബാലയത്തിൽ
സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്റെ പ്രവാചകൻ ചോദിച്ചത് ഈ താക്കോൽ ഇന്ന് വരെ സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു തൽഹ എവിടെ? പ്രിയപ്പെട്ടവരെ, 100 പാഠങ്ങളുണ്ട് നോക്കതി. ലോകത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ കഅബാലയത്തിന്റെ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ താക്കോൽ ഇതുവരെ സൂക്ഷിച്ചിരുന്നത് ഉസ്മാൻ ഇബ്നു തൽഹയാണെങ്കിൽ മുശ്രിക്കായ അവിശ്വാസിയായ ഉസ്മാൻ ഇബ്നു തൽഹ ഇനിയും താങ്കളാണ് ഈ താക്കോൽ സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈകാര്യം ചെയ്ത് കൈമാറി കൊടുത്ത അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ ബോധമുണ്ടല്ലോ, ആ പ്രവാചകന്റെ സന്ദേശമുണ്ടല്ലോ, അത് ലോകത്തിന് പാഠമാകേണ്ടതാണ്. ഇവിടെ അധികാരം കിട്ടുമ്പോഴാണ് മനുഷ്യർ ക്രൂരരായി മാറുന്നത്. അധികാരം കിട്ടുമ്പോൾ മനുഷ്യരുടെ എല്ലാ സഹിഷ്ണുതയും നഷ്ടപ്പെട്ടു പോകും. ഈ മക്ക ഫത്ഹിന്റെ ദിനത്തിൽ തന്നെ പട്ടാളക്കാരനായിരുന്ന സഅദ് ബിൻ സുറാറ, സഅദ് ബിൻ ഉബാദ ഉറക്കെ പറഞ്ഞു, അൽയൗമ യൗമുൽ മൽഹമ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്. ഈ കഅബാലയത്തിന്റെ ചുറ്റുമുട്ട് വളരെ പാവപ്പെട്ട എത്ര വിശ്വാസികളെ ഇഞ്ചിഞ്ചായി കൊന്നവരല്ലേ നിങ്ങൾ? സുമയ്യയുടെ ശരീരത്തിന്റെ പുണ്യസ്ഥാനത്തിലൂടെ കുന്തം കയറ്റിയിട്ട് നിങ്ങൾ ചിത്രവധം നടത്തിയില്ലേ? എന്റെ പ്രവാചകനെയും അനുയായികളെയും അതിക്രൂരമായി അദ്ദേഹം പിറന്നു വീണ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയില്ലേ? ഇന്നിതാ വിജയശ്രീലാളിതരായി ഞങ്ങൾ തിരിച്ചു വരുന്നു. ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അധികാരിയായ അവരുടെ ഭരണാധികാരിയായ അല്ലാഹുവിന്റെ പ്രവാചകൻ വിനയാന്വിതനായി തന്റെ ഒട്ടകപ്പുറത്ത് കുമ്പിട്ടുകൊണ്ട് കഅബാലയത്തിന്റെ മക്കയിലേക്ക് കടന്നു വന്ന എന്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ സഹദേ അൽയൗമ യൗമുൽ മർഹമ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് കഅബാലയം ആദരണീയമാക്കപ്പെടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശത്രുക്കളോട് മുഴുവൻ തിരിഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞ ഒരു ഭരണാധികാരി ഈ ആധുനിക കാലഘട്ടത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും ഒരു പാഠമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് ഇതാണ് എന്റെ പ്രവാചകൻ. ഇനി എനിക്ക് നീട്ടിക്കൊണ്ടു പോകാൻ സന്ദർഭമില്ല. ഇനി എന്റെ പ്രവാചകൻ എന്ന് ഞാൻ പറയുമ്പോ പ്രിയമുള്ളവരെ, ഞാൻ എത്രമാത്രം ശക്തിയോടുകൂടിയിട്ടാണോ എന്റെ പ്രവാചകൻ എന്ന് പറയുന്നത്, അതിനേക്കാൾ 100 ശക്തിയോടുകൂടി എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്ത് എന്ന്. എന്റെ ഉമ്മത്ത് എന്ന് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലും ആ പ്രവാചകനെ സഹിക്കില്ല കേട്ടോ. അത് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളുടെ എന്തെന്നില്ലാത്ത വാത്സല്യമുള്ള എന്തെന്നില്ലാത്ത കാരുണ്യമുള്ള പ്രവാചകനാണ് നിങ്ങളിലേക്ക് റസൂലായി വന്നിരിക്കുന്നത്. ഈ ആയത്ത് ഓർക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാം? മക്കയിലെ ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കാതെ തായിഫിലേക്ക് ചെല്ലുന്നു. ചരിത്രം നമുക്കറിയുന്നതാണ്. തായിഫിലേക്ക് ചെല്ലുന്നു. തായിഫിൽ അവിടെയുള്ള കുട്ടികളെ റോഡിന്റെ 2 സൈഡുകളിൽ നിർത്തിയിട്ട് പ്രവാചകന്റെ നെരിയാണിയിലേക്കാണ് കല്ലെറിഞ്ഞത് എന്നാണ്. പ്രവാചകന്റെ കാലിൽ ഏറ്റവും വേദനയെടുക്കുന്ന ആ നെല്ലിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് നിൽക്കാനും മെരിക്കാനും പറ്റാത്ത രൂപത്തിൽ എന്റെ പ്രവാചകൻ അവിടെ റബീഅയുടെ തോട്ടത്തിലേക്ക് വിശ്രമിക്കുന്നുണ്ട്. ആ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ വന്നുകൊണ്ട് നശിപ്പിച്ചു കളയട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ കേൾക്കുകയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞില്ല. ജിബ്രീൽ അലൈഹിസ്സലാമുമായുള്ള ചർച്ചയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്നമാ ബഅസനി അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. അതിക്രൂരമായ മർദ്ദനങ്ങളിൽ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയിട്ട് തന്നെ കൂക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരെ നശിപ്പിക്കട്ടെ, കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ എന്നോടൊപ്പം സഹാബി പോലും പറയുന്നു, നശിപ്പിച്ചു കളയാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലും തമ്മിലുള്ള സംഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹു എന്നെ അയച്ചിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്ത് മുഴുവൻ കാരുണ്യമായിട്ടാണ്. ജനങ്ങളെ ക്ഷമിക്കാനോ നശിപ്പിക്കാനോ അതല്ല. അതുകൊണ്ട് റബ്ബിഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ, അറിവില്ലാത്തവരാണല്ലോ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുഖറബായ മലക്ക് തിരിച്ചു പറഞ്ഞത്രേ, സദഖൽ സമ്മാക റഊഫുർ റഹീം, താങ്കളുടെ റഊഫ് റഹീം എന്ന് പേരിട്ട തമ്പുരാൻ പറഞ്ഞ എത്ര സത്യം. ഈ ശത്രുക്കളോട് പോലും ഇങ്ങനെ താങ്കൾക്ക് പെരുമാറാൻ പറ്റുമോ? സഹോദരന്മാരെ, ഇനി വരാൻ പോകുന്ന ഒരു ഉമ്മത്തിന്റെ ഒരു തലമുറയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ക്രൂരനായ മനുഷ്യരോട് പോലും കരുണ കാണിച്ച എന്റെ പ്രവാചകൻ ആ ഉമ്മത്തിന് കൊടുത്തുകൊണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. മെഹ്റാജിന്റെ രാത്രിയിൽ 7 ആകാശങ്ങൾക്ക് മുപ്പുറത്ത് പടച്ചതമ്പുരാന്റെ സിംഹാസനത്തിലേക്ക് എത്തിപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവുമായി സംഭാഷണം നടത്തി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ് തബഖിയ ലക ശൈഉൻ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇവിടെ
ഒരൊറ്റ രാത്രി കൊണ്ട് 7 ആകാശങ്ങൾക്കും അപ്പുറത്ത് ജന്നത്തുൽ മഅവയുടെ ഓരങ്ങളിൽ അള്ളാഹുവിന്റെ സ്വകാര്യ ലോകത്ത് പടച്ചതമ്പുരാനുമായി സംഭാഷണം നടത്തിക്കൊണ്ട് തിരിച്ചു വരുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ചോദിക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉണ്ട് റബ്ബേ, ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉമ്മത്തി യാ ഉമ്മത്തി, പടച്ചതമ്പുരാനെ ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാര്യം പറയാതെ പോകാൻ എനിക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, എന്റെ ഉമ്മത്തെ എന്ന്, എന്റെ നബി എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞ മഹാപരിവാസമായിരുന്നു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു, ഇന്ന ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു പ്രാർത്ഥന കൊടുത്തു, ഉത്തരം 100% ഗ്യാരണ്ടി നൽകിക്കൊണ്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കൊള്ളുക, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കൊടുത്തു. റസൂൽ പറയാം, എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ എന്റെ പ്രാർത്ഥനയെ മാറ്റിവെച്ചു. എന്തിനാണെന്ന് അറിയുമോ? എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി 100% ഉത്തരം നൽകാം എന്നെനിക്ക് പറഞ്ഞ എന്റെ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെച്ചു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഉത്തരം നൽകേണ്ടുന്ന പ്രാർത്ഥനയും എനിക്ക് വേണ്ടി മാറ്റിവെച്ച എന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദിവസം എന്തെന്നില്ലാത്ത സന്തോഷം. സഹാബത്ത് ചോദിച്ചു, എന്തേ ഞങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അങ്ങയുടെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഈ സന്തോഷത്തിന്റെ, ഈ ആനന്ദത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയുമോ? ഇന്നഹു അതാനി മലകൻ, എന്റെ അടുത്ത് മലക്ക് വന്നുകൊണ്ട് ചോദിച്ചു, യാ മുഹമ്മദ് അമാ യുബീക അന്ന റബ്ബക അസ്സ വജല്ല യഖൂൽ, താങ്കൾ റബ്ബിന്റെ ഈ സംസാരം താങ്കൾക്ക് ഇഷ്ടപ്പെടില്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന സംസാരം താങ്കൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് മലക്കനോട് ചോദിച്ചു. എന്താണെന്ന് അറിയുമോ? ഇന്നഹു ലാ യുസല്ലി അലൈക അഹദു മിൻ ഉമ്മതിക, നിന്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഒരാൾ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇല്ലാ സല്ലൈതു അലൈഹി അശ്റ, ഞാൻ അവന്റെ പേരിൽ 10 സ്വലാത്തുകൾ ചൊല്ലുമെന്ന് അണ്ടകടാഹങ്ങളുടെ അധിപനായ തമ്പുരാൻ പറഞ്ഞാൽ താങ്കൾക്ക് ഇഷ്ടപ്പെടില്ലേ? അതുപോലെ അങ്ങയുടെ മേൽ സലാം ചൊല്ലിയാൽ ഏത് ഉമ്മത്തിലെ ആര് ചൊല്ലിയാലും ഞാൻ അവന് 10 സലാം ചൊല്ലുമെന്ന് ലോകത്തിന്റെ തമ്പുരാൻ പറഞ്ഞാൽ താങ്കൾക്ക് ഇഷ്ടപ്പെടില്ലേ? പടച്ചതമ്പുരാനെ, എനിക്ക് തൃപ്തിയാണ്. എന്റെ ഉമ്മത്തിന് അനുഗ്രഹങ്ങൾ കിട്ടുന്ന എന്തും അവന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുന്നത് അല്ലാഹുവേ, നിന്റെ 10 അനുഗ്രഹങ്ങൾക്ക്, നിന്റെ 10 കാരുണ്യത്തിന് അത് ഉതകുമെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇങ്ങനെ എന്നെ സ്നേഹിച്ച, എന്നെ കുറിച്ച് ഓർത്ത ഒരുപാട് അവസരങ്ങൾ അല്ലാഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മെ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച്, എന്റെ നബിയെ കുറിച്ച് ഇത്രയധികം പറയാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരിക്കൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വഴിപിഴച്ചു പോയി. ആ വഴിപിഴച്ചു പോയവരെ എന്നെ പിൻപറ്റിയവരൊക്കെ എന്നെ ധിക്കരിച്ചവർക്ക് നീ പുറത്തുനാണല്ലോ, പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞില്ല. നീ പുറത്തു കൊടുക്കുന്നവരും കരുണാവാദ്യമാണല്ലോ, എന്നെ പിൻപറ്റാത്തവർക്കും എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിനും സമാനമായ അല്ലാഹുവേ, എന്നെ പിൻപറ്റാത്തവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളല്ലയോ, പക്ഷേ നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം എന്ന് ഈസാ അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഓതേണ്ടുന്ന താമസം അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ വീണു. എന്നിട്ട് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. അല്ലാഹു റസൂൽ കരയാൻ ആരംഭിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഈസാ നബിയും ഇങ്ങനെ നിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെച്ചു, നീ ശിക്ഷിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മത്തിനെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ സാധ്യമല്ല. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നോക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. അങ്ങനെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഉമ്മത്തി എന്ന് പറയുന്ന സന്ദർഭം പടച്ചറബ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ അല്ലാഹു പറയുന്നു, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, അല്ലയോ ജിബ്രീൽ, മുഹമ്മദിന്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് ചോദിക്കുക, മാ യുബ്കി, എന്തിനാണ് കരയുന്നത്? എല്ലാം അറിയുന്ന തമ്പുരാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ടത് ഈ ഹദീസിലും നമ്മൾ വായിക്കണം, ഈ ചരിത്രം നമ്മൾ അറിയണം. എന്നിട്ട് എന്റെ പുണ്യ റസൂൽ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാം.
തിരിച്ചറിയണം. ആ സ്നേഹത്തോട് നന്ദി കാണിക്കാൻ, ആ സ്നേഹത്തോട് അതിനുള്ള തിരിച്ചു നൽകാൻ എനിക്കതിനുള്ള ആവേശം ലഭ്യമാകണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞയക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനുമായി സംഭാഷണം നടത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ് ഫഖുൽ ഇന്നാ സനുദീക ഫീ ഉമ്മതിക വലാ നസൂഖ്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് കൊള്ളുക. താങ്കൾക്ക് മനസ്സിന് തൃപ്തി നൽകുന്ന രൂപത്തിലാണ് താങ്കളുടെ ഉമ്മത്തുകളെ ഞാൻ കൈകാര്യം ചെയ്യുക എന്ന് രണ്ട് കടാഹങ്ങളുടെ അധിപൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് തന്റെ മുഖറമായ മലക്കിനെ അയക്കുവോളം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സ്നേഹിക്കുകയും എന്നെ ഓർക്കുകയും ചെയ്തിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകണം. ഞാൻ എന്റെ ഈ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ റസൂൽ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന് വളരെയധികം വലിയ ദൃഷ്ടാന്തമാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളിൽ നിന്നുള്ളത്. 9 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് 9 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു ദിനത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന് അസുഖം ആരംഭിച്ചു, ശരീരത്തിൽ വേദനയും പനിയും ആരംഭിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് പോകണം, ഉഹദ് സന്ദർശിക്കണം. ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഉഹദ് അല്ലാഹുവിന്റെ റസൂൽ സന്ദർശിച്ചു. തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ പൂതിയാവുന്നു, കൊതിയാവുന്നു. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞത്, ഇനി വരാൻ പോകുന്ന ലോകാന്ത്യം വരെ വരാൻ പോകുന്ന എന്റെ ഉമ്മത്തിലെ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. അങ്ങനെ വീണ്ടും തിരിച്ചുപോയി വീട്ടിലേക്ക്. വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ എന്റെ ഭാര്യമാരെ വിളിക്ക്. അവരോട് ചോദിച്ചു, ഞാൻ ആയിഷയുടെ വീട്ടിൽ ഈ ലോകത്തിന്റെ സന്ദർഭങ്ങളിൽ ഞാൻ ആയിഷയുടെ വീട്ടിൽ കഴിഞ്ഞ വളരെ അവരെല്ലാവരും അനുവാദം കൊടുത്തു. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും തോളിൽ കൈയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് ആയിഷ ബിവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ താങ്ങി നടക്കുന്നത് കണ്ടിട്ടില്ല സാർ. അവർ ചോദിച്ചു, എന്ത് പറ്റി? ഒരാകർഷസ്ഥരായി മദീനയിൽ ഇതൊരു വാർത്തയായി. മസ്ജിദ് നബവിയിലേക്ക് സഹാബത്തിനെ എല്ലാവരും ഒരുമിച്ച് കൂടി. ആയിഷ ബിവിയുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളുടെ സംസാരം ഇങ്ങനെ കേട്ടു. ആയിഷയോട് ചോദിച്ചു, എന്താണ് ഞാൻ കേൾക്കുന്നത്? ആയിഷ ബിവി പറഞ്ഞു, താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ റസൂൽ അതുവരെ പറഞ്ഞിരുന്നത്. അങ്ങനെ ആയിഷ ബിവി എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ബോധരഹിതനായി വീഴുകയാണ്. എനിക്ക് അവരെ കാണണം, അവരോട് സംസാരിക്കണം. എന്നെ കുറിച്ച്, എന്റെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്ന എന്റെ ഉമ്മത്ത്, എന്റെ സഹോദരങ്ങൾ, എന്റെ സഹാബത്തുമായി എനിക്ക് സംസാരിക്കണം. അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മുകളിൽ 7 പാത്രം വെള്ളം കൊണ്ടൊഴിച്ചു എന്നാണ് ഞാനിത് പറയുന്നത്. ആ അവസാന നിമിഷത്തെ കുറിച്ച് നമ്മൾ നോക്കണം. ആരെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർത്തത്? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഇതുപോലെ താങ്ങിയെടുത്ത് മസ്ജിദ് നബവിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടിരുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ആരംഭിച്ചു. അയ്യുഹന്നാസ്, മനുഷ്യരെ, സഹോദരങ്ങളെ. അവരുണ്ടായിരുന്ന സഹാബത്തിനെ അഭിമുഖം ചെയ്തുകൊണ്ടല്ല റസൂൽ പഠിപ്പിച്ചത്. അന്ത്യം വരെ, ലോകാന്ത്യം വരെ വരാൻ പോകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിനെ, മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാർ കണ്ടുമുട്ടേണ്ടുന്ന സന്ദർഭം ദുനിയാവില്ല, സാധ്യമല്ല. ഞാൻ ഇതല്ലെങ്കിൽ നാളെ ലോകത്ത് നിന്ന് തിരിയേണ്ടവനാണ്. പക്ഷേ നമ്മൾ കണ്ടുമുട്ടേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഹൗദിന്റെ ഓരത്ത് നമ്മൾ കണ്ടുമുട്ടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹൗദിന്റെ ഓരത്ത് നമുക്ക് കണ്ടുമുട്ടണം. ആ കണ്ടുമുട്ടുന്നതിന് തടസ്സം വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുമോ? ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യമെന്നും എന്റെ ഉമ്മത്ത് ദാരിദ്ര്യവും പട്ടിണിയുമായി നശിച്ചു പോകുമോ എന്നെനിക്ക് പേടിയില്ല. എപ്പോഴാണ് റസൂൽ പറയുന്നത് എന്ന് ഓർക്കണം. എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ ശരീരം വേദനയോടെ, പനിയോടെ വിറച്ചു നിൽക്കുന്ന, തന്റെ ഉണർവ് കിട്ടാൻ വേണ്ടി ശരീരത്തിൽ മുഴുവൻ വെള്ളം ഒഴിച്ചുകൊണ്ട് താങ്ങി നിർത്തിയിട്ട് മസ്ജിദ് നബിയുടെ മിമ്പറിൽ നിന്നപ്പോഴും എന്റെ റസൂൽ എന്നോട് പറയുകയാണ്, എന്റെ സമൂഹമേ, നമ്മൾ കണ്ടുമുട്ടും ഹൗദുൽ കൗസറിന്റെ ഓരത്ത് വെച്ച്. പക്ഷേ എനിക്ക് പേടിയുണ്ട്, എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യം വരുമോ എന്നല്ല, പക്ഷേ അവർക്ക് ഈ ദുനിയാവ് ലഭ്യമാകും, ദുനിയാവിന്റെ നേട്ടങ്ങൾ ലഭ്യമാകും.
ആ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് അവർ മത്സരിക്കും. അങ്ങനെ മത്സരിച്ചിട്ട് അവർക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചതുപോലെ ഈ സുഖസൗകര്യങ്ങളിൽ വഞ്ചിതരായി സത്യദീനിന്റെ എല്ലാ മേഖലകളിൽ നിന്നും അവർ ആരാധനയുടെ മേഖലകളിൽ നിന്നും പിന്തലിച്ച് ദുനിയാവിന്റെ സുഖത്തിൽ ആമത്തരായി പോയി ഹൗദിന്റെ ഓരത്ത് വെച്ച് എന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്നാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സഹോദരങ്ങളെ ചൂണ്ടുവിരലെടുത്തുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കും, എനിക്ക് എന്റെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് എന്റെ പുണ്യപ്രവാചകൻ എന്നെ കാത്തു നിൽക്കുമ്പോ ദുനിയാവിന്റെ നെട്ടോട്ടങ്ങൾക്കും ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾക്കും പിറകെ പോയിട്ട് ഞാനെങ്ങാനും മറന്നുപോയോ എന്റെ ബാധ്യതകളെ കുറിച്ച് എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഹൗദുൽ കൗസറിലേക്കും സ്വർഗത്തിലേക്കും എന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൽ നിന്നോ ദുനിയാവിന്റെ ഈ ചിന്തയില്ലാതിരുന്ന സുഖസൗകര്യങ്ങൾ എന്നെ തടയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറല്ലാഹു ബൈന ദുനിയ, ഇതാ എനിക്ക് ദുനിയാവിലും ആഖിറത്തിനും ഇടയിൽ ഒരു അടിമത്ത് അല്ലാഹു തിരഞ്ഞെടുക്കാൻ അവസരം നൽകി. അടിമ തിരഞ്ഞെടുത്തു അല്ലാഹുവിന്റെ അടുത്തുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഇത് ഒരു അനുയായിക്ക് തന്റെ പ്രവാചകനോടുള്ള സ്നേഹമാണ്. ആദ്യത്തേത് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ എത്ര സ്നേഹിച്ചു എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമൂഹം കേൾക്കേ ഏനിക്കരഞ്ഞുകൊണ്ട് ഉറക്കെ ഉറക്കെ പറഞ്ഞു, ഫദൈനാക ബിആബായിന, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ പിതാക്കളെ മുഴുവൻ താങ്കൾക്ക് പകരമായി നൽകാം. ഫദൈനാക ബിഉമ്മഹാതിന, ഞങ്ങളുടെ മാതാക്കളെ മുഴുവൻ താങ്കൾക്ക് പകരമായി നൽകാം. വഫദൈനാക ബിഔലാദിന, ഞങ്ങളുടെ സന്താനങ്ങളെ നൽകാം. ബിഅസ്വാജിന, ഞങ്ങളുടെ ഇണകളെ ഇണകളെ നൽകാം. ബിഅംവാലിന, ഞങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സകലമായ സമ്പത്ത് നൽകാം. പക്ഷേ താങ്കളെ ഞങ്ങൾക്ക് വേണം. താങ്കളെ ഞങ്ങളെ വിട്ടുപോകാതിരിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇടയിൽ കയറുന്നത്? അവിടെ തന്റെ അനുയായികളോടുള്ള ഒരു സ്നേഹം അതുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ ഇവിടെ, അബൂബക്കർ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഇവിടെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ എനിക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഫضل ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ പകരം നൽകിയിട്ടുണ്ട്. ഇല്ല അബൂബക്കറിന്റെ പകരം നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ലം അസ്തതി മുകാഫഅതുഹു വതറക്തു മുകാഫഅതുഹു ഇലല്ലാഹ്. അല്ലാഹു എന്നോടൊപ്പമുള്ള സഹവാസത്തിന് അന്ന് ഞാൻ ഹിറായിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആദ്യമായി വിശ്വസിച്ചവൻ അബൂബക്കർ, സമ്പത്ത് കൊണ്ട് എനിക്ക് നൽകിയവൻ അബൂബക്കർ. മെഹ്റാജിന്റെ രാത്രിയിൽ എല്ലാവരും എന്നെ കടവാക്കിയപ്പോ എന്നെ അണച്ചുപിടിച്ചത് അബൂബക്കർ. എല്ലാ സന്ദർഭങ്ങളിലും എന്റെ ഒരു നിഴൽ പോലെ അബൂബക്കർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബൂബക്കറിനെ നിങ്ങൾ വിട്ടേക്കുക. അബൂബക്കറിനോട് എനിക്ക് പകരം നൽകാൻ സാധിച്ചിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ എല്ലാ പള്ളിയിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടയ്ക്കണം. ഇല്ല അബൂബക്കറിന്റെ കവാടം പൂട്ടപ്പെടാതെ അന്ത്യനാൾ വരെ കിടക്കട്ടെ. മസ്ജിദുൽ നബവിയിലേക്ക് സന്ദർശിക്കുന്ന ഓരോ സത്യവിശ്വാസിക്കും ആ മഹാപ്രവാചകന്റെ തന്റെ അനുയായികളോടുള്ള സ്നേഹത്തിന്റെ നിദർശനമായി അവിടെ ഉണ്ട്. അബൂബക്കർ എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേലുള്ള അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ആ സ്നേഹവർത്തമാനത്തിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി എന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു നിങ്ങളെ അഭയം നൽകട്ടെ. എന്റെ ഉമ്മത്തെ അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. അല്ലാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തട്ടെ. അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോ മിമ്പറിൽ വെച്ചുകൊണ്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വാക്കെന്താ അറിയുമോ? പ്രിയമുള്ളവരെ, അയ്യുഹന്നാസ് അഖറഊ മിന്നി അസ്സലാം കുല്ലമൻ തബിഅനി മിൻ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. തന്റെ അവസാനത്തെ പ്രഭാഷണം മസ്ജിദുൽ നബിയുടെ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ എന്റെ സലാം അറിയിക്കണേ. എനിക്ക് ശേഷം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എന്റെ ഉമ്മത്തിന്റെ അംഗമായി മാറുന്ന സകലമായ ഉമ്മത്തികൾക്കും എന്റെ സലാം നിങ്ങൾ അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവസാനമായി എന്നോട് സലാം പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് വിട പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്. പ്രിയമുള്ളവരെ, വൈകാരികമായി ഇനി വേണമെങ്കിൽ ഭൗതികമായി ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും എന്റെ പ്രവാചകനോട് പിറന്നിരി നിൽക്കാൻ എനിക്ക് ന്യായമില്ല കേട്ടോ. എന്റെ പ്രവാചകനെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചതുപോലെ ഒരാളും എന്നോട് സ്നേഹിച്ചിട്ടില്ല. ആ സലാമുകൾ എനിക്ക് മടക്കാണെങ്കിലും ഒരു ദിവസം ധാരാളമായി അസ്സലാമു
അലൈക യാ റസൂലല്ലാഹ് എന്ന് നമ്മൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വേണം. ആ പ്രവാചകന്റെ ജീവിതം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. പരലോകത്തിൽ എഴുന്നേറ്റ് ഉൾപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അക്രമി അവന്റെ വിരൽ കടിക്കുന്ന ദിവസം അവൻ അന്ന് വിലപിച്ചു പോകും. എന്റെ പ്രവാചകനോടുള്ള മാർഗം ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദർഭങ്ങളിൽ എന്റെ പ്രവാചകനെ പഠിക്കാൻ, എന്റെ പ്രവാചകനെ നെഞ്ചേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ എല്ലാത്തിനേക്കാളും വലുതായി എന്റെ പുണ്യ റസൂലിനെ നെഞ്ചേറ്റാൻ, ആ ജീവിതത്തെ എന്റെ ജീവിതമാക്കി മാറ്റാൻ, ഈ ലോക ജനങ്ങൾക്ക് ഒരു മാതൃകയായി പരിവർത്തിപ്പിക്കപ്പെടാൻ ഞാൻ പരിശ്രമിക്കുക. അങ്ങനെ ഒരു ഉമ്മത്തിന്റെ നിർമ്മാണം നമുക്ക് കാണാൻ പടച്ചറപ്പ് സൗഭാഗ്യം നൽകുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇരുളിലും വെളിച്ചത്തിലുമൊക്കെ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകൾ, വീഴ്ചകൾ റബ്ബ് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാന നിമിഷം വരെ ആ മഹാപ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ, ആ വില്ലത്തിൽ മരണമടയാൻ, നാളെ ആ മഹാപ്രവാചകന്റെ വിവാഹിന്റെ കീഴിൽ ഒരുമിച്ച് കൂടാൻ, സ്വർഗലോകങ്ങളിൽ ആ പ്രവാചകന്റെ ചാരത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ചറപ്പ് ഈ പാവങ്ങളായ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വീടുകളിൽ നമുക്ക് പറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ദുആയുടെ വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ പടച്ചറപ്പ് അവർക്കെല്ലാവർക്കും ശിഫായും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് ഇഷ്ടപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ പടച്ചറപ്പ് അവിടെ എല്ലാം ബർസഖിയായ ജീവിതം സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് ധന്യമാക്കി തരുമാറാകട്ടെ. അവരുടെ സ്വർഗലോകങ്ങളിൽ ചാരുവിന്റെ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതം പടച്ചറപ്പ് സന്തോഷത്തിലാക്കി തീർക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹവും സന്തോഷവും ഒത്തുലയുന്ന ഇഹലോകത്തെ സ്വർഗങ്ങളായി അല്ലാഹു നമ്മുടെ വീടുകളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഹത്തിനും പരത്തിനും നമുക്ക് ഉപകാരപ്പെടുന്ന, കണ്ണിന് ഉണർവ് നൽകുന്ന സാന്നിധ്യങ്ങളായ സന്താനങ്ങളായി അല്ലാഹു നമ്മുടെ മക്കളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ഇസ്സത്തുള്ള സമൂഹമാക്കി മാറ്റുമാറാകട്ടെ. അവരുടെ മനസ്സുകളെ അല്ലാഹു ഒന്നാക്കി തീർക്കുമാറാകട്ടെ. പരസ്പര സ്നേഹത്തിൽ ഉമ്മത്ത് മുഹമ്മദ് എന്ന അഭിമാനത്തോടെ പറയാവുന്ന രൂപത്തിൽ ഒരു ഏക ഉമ്മത്തായി മാറാൻ അല്ലാഹു അവന്റെ മഹത്തായ അനുഗ്രഹം ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിനെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഗുണകരമായ ആ ചര്യകൾ ഈ ലോകത്ത് പുലരുന്നത് കാണാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ, ഈ സന്ധ്യയിൽ നമ്മളോട് ഒരുമിച്ച് കൂടി കഴിച്ചു കൂടിയ നിമിഷങ്ങൾ പടച്ചറപ്പ് ധാരാളമായി പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പുണ്യ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك أن تحيينا على سنة نبيك محمد صلى الله عليه وسلم. اللهم إنا نسألك أن تميتنا على ملة نبيك محمد صلى الله عليه وسلم. اللهم نسألك أن تحشرنا تحت لواء سيدنا محمد صلى الله عليه وسلم. اللهم إنا نسأل حبك وحب من يحبك وحب كل عمل يقربنا إلى حبك يا رب العالمين. اللهم ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ألف بين قلوب المسلمين. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد صلى الله عليه وسلم وآخر دعوانا الحمد لله رب العالمين.